ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ട് എഗ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 6 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് സെപ്പറേറ്റ് ആയിട്ട് രണ്ടും ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു ക്യാരറ്റ്, അതും ഒരു വലിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു മീഡിയം സൈസ് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പൊടിയൊന്ന് ചെറിയ രീതിയിലൊന്ന് മൂക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് കൈ ഉപയോഗിച്ചൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ചെറിയ ബോളുകളാക്കിയതിന് ശേഷം നമുക്കിതൊരു കട്ട്ലറ്റിൻ്റെ രീതിയിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 6 കട്ട്ലറ്റായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഒരുപാടങ്ങ് തിക്കാക്കരുത്, ചെറിയൊരു ലൂസായിട്ടുള്ള രീതിയിൽ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ മുട്ട വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമ്മുടെ കട്ട്ലറ്റ് ഈ മൈദയിലെ മിക്സിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയൊന്ന് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാ കട്ട്ലറ്റും ഇതുപോലെ റെഡിയാക്കി വെക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാനിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം. ഞാനിതെല്ലാം കൂടി ഫ്രൈ ചെയ്ത് എടുക്കാം.
ഒരു ഭാഗം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വേഗം തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കട്ട്ലറ്റാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.